ഇപ്പോൾ TDF ട്രേഡ് യൂണിയനിൽ നിന്ന് D. അജയ്കുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജയ്കുമാർ, ഇന്നിപ്പോൾ മന്ത്രി ചെയ്തിരിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. സമൂഹ മാധ്യമത്തിലൊക്കെ തന്നെ വലിയ രീതിയിലാണ് ഇക്കാര്യം വൈറലാവുന്നത്. കൊല്ലത്താണ് KSRTC ബസ് തടഞ്ഞു നിർത്തി AB ഗണേഷ് കുമാറിന്റെ ഒരു മിന്നൽ പരിശോധന നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് മന്ത്രി ബസ് തടയുന്നത്. അത് ഓവർടേക്ക് ചെയ്തൊക്കെ വന്ന് ഒരു സിനിമാറ്റിക് രീതിയിലാണ് മന്ത്രി എത്തിയിരിക്കുന്നത്. സർക്കുലർ ഉണ്ടായിട്ടും പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടതിന് കർശന നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇപ്പോൾ എന്താണ് അങ്ങേക്ക് ഈ ഒരു പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, മന്ത്രി മിന്നൽ പരിശോധന നടത്തേണ്ടത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളിലല്ല, ആ ബസ്സുകള് തൊഴിലാളികൾ പണി ചെയ്യുന്ന യാർഡുകളിലാണ് അദ്ദേഹം പരിശോധന നടത്തേണ്ടത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെയുള്ള KSRTC ഡിപ്പോകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും തൊഴിലാളികൾക്ക് സ്വതന്ത്രമായി പണി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കണം. അത് പത്തനംതിട്ട ആയാലും കോട്ടയമായാലും എല്ലാം ഒരുപാട് ഡിപ്പോകളിൽ അവിടെയാണ് അദ്ദേഹം മിന്നൽ പരിശോധന നടത്തേണ്ടത്. പിന്നെ മന്ത്രി തൊഴിലാളികൾക്ക് ശമ്പളം, ഈ മാസത്തെ ശമ്പളവും കിട്ടിയിട്ടില്ല. ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ DA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകേണ്ട ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി ഇത്തരത്തിൽ ഉള്ള റോഡ് ഷോകൾ നടത്തുന്നത് ഏത് തരത്തിലാണ്, എന്ത് ഒളിച്ചു വയ്ക്കുന്നതിനാണ്, എന്ത് ജാള്യതയ്ക്കാണ് എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ശമ്പളം കിട്ടിയില്ല, പിന്നെ DA 35% DA കുടിശ്ശികയുള്ള KSRTC തൊഴിലാളികൾ അവരുടെ വീടുമ്പോൾ അവരുടെ വീട്ടിലൊക്കെയാണ് ശമ്പളം കിട്ടാതെ, DA കുടിശ്ശിക കിട്ടാതെ വലയുന്ന ആ പാവപ്പെട്ട തൊഴിലാളികളുടെ, അസുഖബാധിതരായ തൊഴിലാളികളുടെ വീടുകളിലാണ് മന്ത്രി മിന്നൽ പരിശോധന നടത്തേണ്ടത്. ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് 18% DA കൊടുത്തു, 4% DA കൂടെ കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. 35% DA കുടിശ്ശിക ഉള്ള ഒരു കേരളത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികളാണ് ഞങ്ങൾ. ഇന്നലെ ഞങ്ങൾ ഏകദേശം 10,000-ഓളം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സർക്കാരിനും മാനേജ്മെന്റിനും എതിരെ ഞങ്ങൾക്ക് സമയബന്ധിതമായി ശമ്പളം തരണം, DA കുടിശ്ശിക അനുവദിക്കണം, അതുപോലെ KSRTCക്ക് പുതിയ വണ്ടികൾ വാങ്ങണം, തൊഴിലാളി പീഡനങ്ങൾ അവസാനിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു വലിയ സമരം നടത്തിയിരുന്നു. അതിന്റെയൊക്കെ ജാള്യത മറയ്ക്കുവാൻ വേണ്ടിയാണ് തൊഴിലാളികൾ ഇത്തരത്തിൽ മന്ത്രി റോഡിലിറങ്ങി ഇത്തരത്തിലുള്ള ഷോകൾ കാണിച്ചത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെയാണ് D. അജയ്കുമാർ, മന്ത്രി ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, അതായത് അദ്ദേഹം അധികാരത്തിലെത്തിയതിനു ശേഷം ചെയ്തിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കൃത്യമായ ശമ്പളം നൽകുന്നുണ്ട്, തൊഴിലാളികളൊക്കെ തന്നെ തന്റെ കീഴിൽ വളരെ സന്തോഷം ഉള്ള വ്യക്തികളാണ്, മുതലായ കാര്യങ്ങളൊക്കെയാണ് മന്ത്രി ഇക്കാര്യത്തിൽ പറയുന്നത്. എങ്ങനെയാണ്, സന്തോഷവാനാണോ? ഇല്ല, ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് ഈ കൃത്യമായി ശമ്പളം എന്ന് പറയുന്നത് KSRTC 42,000 തൊഴിലാളികളും 4,500 ഷെഡ്യൂളും 6,000 ബസ്സുകളും ഉണ്ടായിരുന്ന സമയത്ത് 5 കോടി രൂപ കളക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് അവസാന വർക്കിംഗ് ഡേ കൃത്യമായ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നു. PF കൃത്യമായി കൊടുത്തു, പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുത്തു. നിങ്ങൾ ഇപ്പോഴത്തെ കണക്കെടുക്കണം. ഇതിൽ 20,000 തൊഴിലാളികളും 3,500 ഷെഡ്യൂളും 4,000-നകത്ത് ബസ്സുകളും ഉള്ള ഈ സമയത്ത് KSRTC തൊഴിലാളികളുടെ ശമ്പളം മന്ത്രി വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ശമ്പളം ഒരു 3-4 മാസം മുന്നേ റഫറണ്ടത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു റഫറണ്ട നാടകമായിട്ടാണല്ലോ ഈ ശമ്പളം കിട്ടിയത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അല്ല, ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ഞങ്ങൾക്കും ഈ മന്ത്രി വന്നപ്പോൾ വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. പുത്തൻ ബസ്സുകൾ ഇറക്കും. ഞങ്ങൾ 2,800-ഓളം ബസ്സുകൾ ഇറക്കിയിട്ട് ഒരു പച്ചക്കൊടി കാണിച്ചൊരു ഫ്ലാഗ് ഓഫ് നടത്തിയെങ്കിൽ 113 വണ്ടി വാങ്ങിയിട്ട് കോടികൾ മുടക്കി നടത്തിയ മാമാങ്കമൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഞങ്ങൾ എങ്ങനെ സംതൃപ്തരാകുന്നത്? സമയത്ത് ശമ്പളം കിട്ടുന്നില്ല. ഈ ഒരു 3-4 മാസം ഒഴിച്ചാൽ സമയത്ത് ശമ്പളം കിട്ടുന്നില്ല. 35% DA കുടിശ്ശിക കിടക്കുന്നു. ഞങ്ങൾ എങ്ങനെ സംതൃപ്തരാകുന്നത്? ഞങ്ങളുടെ കൂടെയുള്ള തൊഴിലാളികളുടെ കൈകളിൽ നിന്നും പിടിച്ച NPS-ഉം NDR-ഉം അതുപോലുള്ള LIC ഉൾപ്പെടെ PF ഉൾപ്പെടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, DA കിട്ടുന്നില്ല. ഇതിനൊക്കെ വേണ്ടിയാണ് ഞങ്ങൾ നിരന്തരം ഈ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ശമ്പളം പെൻഡിങ് ആയത് മുതൽ ഞങ്ങൾ സമരത്തിലാണ്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഞങ്ങൾ ഇന്നലെയും നടത്തിയ സമരം. ശരി, വളരെ നന്ദിയുണ്ട് D. അജയ്കുമാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.